ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മത്തങ്ങ എരിശ്ശേരിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും, എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഉണക്കപ്പയറാണ്, അത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ 2 മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 3 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അത് മുങ്ങാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഈ വൻപയർ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചതിന് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് മത്തങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉണക്കപ്പയർ വെന്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച മത്തങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ്, അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 നാളികേരം ചിരകിയതും ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകം, 3 ചെറിയ ഉള്ളിയും 3 വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ദാ മത്തങ്ങയും പയറെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. അതിനുശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരണം. അപ്പോഴാണ് ആ നാളികേരത്തിൻ്റെയൊക്കെ ആ പച്ചച്ചവ് ഒന്ന് മാറി കിട്ടുകയുള്ളൂ. ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് കുറുകി വരും. ആ സമയം കൊണ്ട് ഇതിലേക്കൊരു താളിപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് ഒരു 6 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു വറ്റൽ മുളക് 3 എണ്ണം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെറിയ ഉള്ളിയുടെയൊക്കെ കളറ് മാറി വരുന്നത് വരെ നമുക്ക് കൈവിടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് നാളികേരമാണ് ചിരകിയത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടി നമുക്കൊന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതാ നാളികേരത്തിൻ്റെയൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. ഈ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മുടെ മത്തങ്ങ എരിശ്ശേരിക്ക് ടേസ്റ്റിൻ്റെ വ്യത്യാസം വരും. ഇനി അത് മത്തങ്ങ എരിശ്ശേരിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സദ്യയുടെ കൂടെയൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.